മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളാൽ ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതിനപ്പുറം ക്രിസ്തുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ പരിശീലിക്കുന്ന ഒരു കാലമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിത പ്രശ്നങ്ങളുമായി നെട്ടോട്ടം ഓടുന്നവരെ ഓരോ ദിവസവും എത്രയാണ് നാം കണ്ടുമുട്ടുന്നത്. മാനുഷികമായ രീതിയിൽ സാധിക്കാവുന്ന എല്ലാ പോംവഴികളും നോക്കിയതിനു ശേഷമാണ് പലപ്പോഴും നാം ദൈവത്തിലേക്ക് നോക്കുന്നത്. പിന്നീടും പലപ്പോഴും കരച്ചിലും നിരാശയും തുടരും. എന്നാൽ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള
ദൈവഹിതം എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ നമുക്ക് അബുദാബി മുസഫയിലെ ഒരു നേഴ്സിൻ്റെ കുടുംബത്തെ പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. ഇത്ര സ്നേഹത്തോടെ നമ്മളെ നോക്കുന്ന ഈശോയെ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ നോക്കുമ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്കറിയാനാവും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് UAE-യിലെ അബുദാബിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ജിനോയെ കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജിനോ, എൻ്റെ ഭാര്യ ജെർലി, എൻ്റെ മൂത്ത കുട്ടി എമി, എൻ്റെ ഇളയ കുട്ടി ഇവാനിയ. ഞങ്ങൾ രണ്ടുപേരും അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ജെർലി, എങ്ങനെയാണ് നിങ്ങൾ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരാൻ ഇടയായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഞാൻ ആദ്യമായി നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത് 2013-ലാണ്. എൻ്റെ ബന്ധത്തിലുള്ള ഒരു ആൻറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ നേഴ്സുമാർക്കൊരു കൂട്ടായ്മയുണ്ടെന്നും അവിടെ എല്ലാ ആഴ്ചയും പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു കൂട്ടായ്മയിൽ ചെന്നു. വലിയ കൂട്ടായ്മയൊന്നും അല്ലായിരുന്നു, വളരെ ചെറിയൊരു കൂട്ടായ്മയായിരുന്നു. അവിടെ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പോയത്. ആ പ്രാർത്ഥനയിൽ കുറച്ച് നാളായിട്ട് ഞങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നടന്നിരുന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞപ്പം സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അത് ചോദിച്ചപ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ അതിശയമായി പോയി. ആദ്യമായിട്ട് ഞാൻ കടന്നു ചെന്നു, എന്നിട്ടും ദൈവം എൻ്റെ ഉള്ളം കണ്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അവിടെ കടന്നു വന്നിരുന്ന നേഴ്സുമാരെല്ലാവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരും പിള്ളേരുമായിട്ട് വന്നവരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, തിരക്ക് പിടിച്ച ഡ്യൂട്ടിയും സ്വന്തം ജീവിത സാഹചര്യങ്ങളുടെ തിരക്കിൽ നിന്ന് പോലും അവർ വന്നു നിന്ന് 2 കോടി നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചെല്ലുന്നു, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇനി ഈ കൂട്ടായ്മയിൽ പോകണം, ഇതൊരു നല്ല കൂട്ടായ്മയാണ്, ഇതിൽ പോയി പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി. അപ്പം ഇതിലേക്ക് കൂടുതലായിട്ട് നിൽക്കണമെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി, സന്തോഷം തോന്നി അന്ന് ചെന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ജിനോ എങ്ങനെയാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണോ? എങ്ങനെയാണ് ഇതിലേക്ക് കടന്നത്? ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷനിലേക്ക് കടന്നു വരുന്നത്. എനിക്കൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു സർട്ടിഫിക്കേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയുണ്ടായി. ബാംഗ്ലൂരിൽ ഞാൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയം എല്ലാവരും നേഴ്സിങ്ങിന് പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ പല ആൾക്കാരും യൂറോപ്പിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു നേഴ്സിംഗ് പ്രൊഫഷന് നല്ല ജോബ് സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നേഴ്സാണെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ട് എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഞാൻ എനിവേ കമ്പ്യൂട്ടർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ നേഴ്സിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാനൊരു നേഴ്സിങ്ങിൻ്റെ കോഴ്സിന് ചേർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സും ചെയ്യാൻ പറ്റുമായിരിക്കും. വെറും ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഞാൻ അന്ന് നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നു. മാനസികമായിട്ട് എനിക്ക് യാതൊരു താല്പര്യവും നേഴ്സിങ്ങിനോടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. അപ്പോൾ ഞാൻ നേഴ്സിങ്ങിനുള്ള ഫീസും എല്ലാം അടച്ചതുകൊണ്ട് തന്നെ എനിക്ക് നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വന്നു. അങ്ങനെ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടർ സ്കില്ലെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ ടോട്ടലി എന്താ ചെയ്യേണ്ട എന്നുള്ളൊരവസ്ഥ, ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ ഒരു നേഴ്സ് എന്നുള്ള ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്നെ എല്ലാവരും ഒരു നേഴ്സായിട്ട് കാണുന്നത് എനിക്ക് ഒട്ടും മനസ്സും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും നല്ലൊരു ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ എങ്ങോട്ടാ പോകണ്ടേ, ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് തന്നെ എനിക്ക് അറിയാൻ പാടില്ല, ഉത്തരം കിട്ടാത്തൊരവസ്ഥ. അത് എന്നെ വളരെയധികം മാനസികമായിട്ട് തളർത്തി. അപ്പം ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ മാസ്റ്റർ ഡിഗ്രി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുകയും എങ്ങനെയും ഈ നഴ്സിംഗ് എന്നുള്ള ജോലിയിൽ നിന്ന് നേഴ്സ് ആവണ്ട, എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ നിന്നൊന്ന് മാറണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും എനിക്കൊരു
മനസ്സിലൊരു എപ്പോഴും ചോദ്യമാണ്, ഏത് ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കും, സമയം കഴിഞ്ഞു പോകുന്നു, അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി നമ്മൾ സ്ഥിരമായിട്ട് ഉറപ്പിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ അമ്മച്ചി എനിക്ക് വളരെ പ്രചോദനം നൽകുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ അമ്മച്ചി പറയുമായിരുന്നു, മോനെ, ആതുര ശുശ്രൂഷയാണ് ഏറ്റവും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജോലി. നിന്റെ മുമ്പിൽ വരുന്ന രോഗികളിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാനും അവർക്ക് ചെയ്യുന്ന ജോലി ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷയായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ നിനക്ക് അതിനുള്ള തക്കതായുള്ള പ്രതിഫലം ദൈവം തരും. ഈ വാക്കുകൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഞാൻ ആലോചിച്ചു, ഈ ഒരു വാക്കുകൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും അവസാനം ഞാൻ പഠിച്ച കോഴ്സുകളെല്ലാം മറന്നുകൊണ്ട് തന്നെ നേഴ്സിംഗിലേക്ക് ഞാൻ മനസ്സുകൊണ്ട് തന്നെ അക്സെപ്റ്റായി. ഞാൻ നേഴ്സിംഗ് എന്നുള്ള ജോലിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇപ്പം ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് നേഴ്സ് എന്നുള്ള ജോലിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ദൈവികമായൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്ക് പറയുന്നു, നീ ചെയ്യുന്ന ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരിമാർത്ഥതയോടെ ചെയ്യുവിൻ. അപ്പം ഞാൻ നഴ്സിംഗ് എന്നുള്ള പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നിട്ടും ഈ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതി മൂലമാണ് ഞാൻ ഈ ഒരു ജോലിയിലേക്ക് കടന്നു വന്നത്. ഞാൻ വേറെ പല ജോലിയിലേക്കും ഏർപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ മാനസികമായ സന്തോഷത്തോട് തന്നെ ഈ ജോലിയെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ നഴ്സിംഗിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. നമ്മൾ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ എടുക്കുന്നു, വചനം എടുക്കുന്നു, വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു. പക്ഷേ ഒരു നേഴ്സ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, രോഗിക്ക് സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ബൈബിള് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നതെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ തീർച്ചയായും രോഗിക്ക് ആ പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം, ഏതോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളായിരിക്കാം. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരത്തെ കർത്താവ് നമ്മളുടെ പ്രാർത്ഥന ഇവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കിട്ടുന്നത് പല രാജ്യക്കാരെയും പല മതവിശ്വാസക്കാരെയും ആയിരിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ തളർവാദ രോഗിയുടെ കഥ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. പക്ഷെ ഒരിക്കലും അതിൽ പറഞ്ഞിട്ടില്ല തളർവാദ രോഗി പ്രാർത്ഥിച്ചത് കൊണ്ട് തളർവാദ രോഗി സുഖപ്പെട്ടു എന്ന്. അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം മൂലം അവൻ അവരെ സൗഖ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ, ഒരു നേഴ്സിന്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായും രോഗിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ നിങ്ങൾ പ്രത്യേകമായ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അബുദാബിയിൽ വന്നതിന് ശേഷം ഞാൻ പോസ്റ്റ് BSc ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് UAE തന്നെ ഒരു കോളേജിൽ ഞാൻ പഠിക്കാൻ അഡ്മിഷൻ എടുക്കുകയും, പക്ഷെ കോളേജ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ദൂരെയായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിൽ എൻ്റെ മാനേജർ ജോലിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. 4 ദിവസം ഡ്യൂട്ടിയും 3 ദിവസം ക്ലാസ്സും എന്നുള്ള രീതിയിൽ 2 വർഷത്തേക്ക് യാതൊരു തടസ്സം കൂടാതെ കുടുംബത്തിൻ്റെ കാര്യം എല്ലാം ദൈവം നോക്കി നടത്തി. അങ്ങനെ 4 ദിവസം ക്ലാസ്സും ഡ്യൂട്ടിയും 3 ദിവസം ക്ലാസ്സും ആയിട്ട് അങ്ങനെ എൻ്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചു. അങ്ങനെ ഞാൻ പഠനത്തിലേക്ക് കടന്നു. പഠനത്തിലേക്ക് കടന്നതിന് ശേഷം എൻ്റെ നാട്ടിൽ പഠിച്ച ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എലിജിബിലിറ്റി എനിക്ക് പോസ്റ്റ് BScക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതുവരെ യാതൊരു തടസ്സവും കൂടാതെ കഴിഞ്ഞ പ്രീവിയസ് ബാച്ചുകാർക്കെല്ലാം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ എല്ലാ വഴികളിലും ഞാൻ ശ്രമിച്ചു. ഞാൻ പല ഓഫീസുകളിലും കയറി ഇറങ്ങി, പല ഓഫീസർമാരെ കണ്ടു, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആർക്കും എനിക്കൊരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, വീട്ടിൽ പ്രാർത്ഥന സഹായം അപേക്ഷിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ കൂട്ടായ്മയിൽ നേഴ്സുമാരുടെ കൂട്ടായ്മയിൽ പോയിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഞാൻ തുറന്നു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല.
ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നിൽ തന്നെ ഒതുക്കി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആരെയും ഞാൻ അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ 2 വർഷക്കാലം ഞാൻ ഉത്തരം കിട്ടാതെ ഇതിനു വേണ്ടി നടന്നു. ഈ സർട്ടിഫിക്കറ്റ് അപ്രൂവലായി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കോഴ്സ് വളരെ യാതൊരു പ്രയോജനമില്ലാതായി പോകും. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ജിനു വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം സർട്ടിഫിക്കറ്റിന്റെ അപ്രൂവലിന് വേണ്ടി പോകുന്നുണ്ട്, പല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തു, ആർക്കും ഒരു ഉത്തരവില്ല. എല്ലാരും പറയുന്നുണ്ട് നോക്കാം അടുത്ത ദിവസം എന്നാകുമെന്ന് കറക്റ്റ് ഉത്തരം കിട്ടുന്നില്ല. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസുകളിൽ ഇരിക്കുന്നവരാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരല്ല, നേഴ്സിംഗ് പ്രൊഫഷനുമായിട്ട് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ പല മീറ്റിങ്ങുകൾക്ക് പോകും, തിരിച്ചു വരുമ്പോഴും എന്നത്തെ നോക്കാമെന്ന് പറഞ്ഞു, എന്നത്തേക്ക് ശരിയാകുമോ എന്നറിയത്തില്ല. അപ്പോൾ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി, 7 ദിവസം എൻഗേജ്ഡ്, സമയം അതിനു വേണ്ടി പോയി, അതിനുവേണ്ടി സാമ്പത്തിക നഷ്ടം. അപ്പം ഇത് ചെയ്തത് കൊണ്ട് വല്ല ഉപകാരമുണ്ടോ അതോ വെറുതെ ആയി പോയോ എന്ന് വരെ ചിന്തിച്ച ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ കോഴ്സ് കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ പ്രാർത്ഥനകളിൽ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഇവരെ സമീപിക്കുകയാണ്. അപ്പോൾ വീണ്ടും അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നടക്കുകയില്ല എന്ന് തന്നെ അവർ ടോട്ടലി റിജക്ട് ചെയ്തുകൊണ്ട് 100% നടക്കുകയില്ല, നിന്നെ ആരാ പഠിക്കാനെടുത്തേ, ഇതെങ്ങനെ നീ പഠിച്ചു എന്ന് തന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം പോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഒരു ദിവസം 2-3 പ്രാവശ്യം ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. 2 പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. 3-ാമത് പ്രാവശ്യം കൂടി ഞാൻ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാനൊരു നൈറ്റ് വിജിൽ കൂടാൻ ഇടയായി. നേഴ്സസ് മിനിസ്ട്രിയുടെ നൈറ്റ് വിജിലിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അന്നേരം ആ പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് എനിക്കൊരു ബോധ്യം തോന്നി, ഞാൻ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഏറ്റുപറഞ്ഞ് എളിമയോടുകൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നലുണ്ടായി. ഞാനങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അതെനിക്ക് ഒരുപാട് ശക്തി തന്നു. അന്ന് ശുശ്രൂഷ ചെയ്യാമെന്ന ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അദ്ദേഹവും പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എനിക്കൊരു മനസ്സിന് നല്ലൊരു ശക്തി തരുന്ന പോലെ എനിക്ക് തോന്നി, പ്രതീക്ഷ കൈവിടാതെ. 2 ദിവസത്തിന് ശേഷം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. 2 ദിവസത്തിന് ശേഷം രാവിലെ ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്, നീ വാ, നിന്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഉത്തമ വിശ്വാസം എന്നിൽ ഊട്ടിയുറക്കപ്പെട്ടു ആ നിമിഷം. അപ്പോൾ ഞാൻ 2-ാമത്തെ ദിവസം ചെല്ലുന്നു. അവർ വേറെ ഒന്നും ചോദിച്ചില്ല. അവർ യാതൊരു തടസ്സവും കൂടാതെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരുകയും ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ദാനിയേൽ 10:12 പറയുന്ന പോലെ, നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് ഈ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ ശരിയാണ്. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം കിട്ടുമെന്നതോർത്തിടേണം, ഉത്തരം കിട്ടുമെന്നതോർത്തിടേണം. മോളുടെ പേരെന്താ? കുഞ്ഞാവയുടെ പേരെന്താ? ബൈബിൾ വേർഡ്സ് അറിയാവോ? ഒന്ന് പറഞ്ഞ കേക്കട്ടെ. എനിക്കൊന്നും കുറവുണ്ടാവില്ല. പറഞ്ഞോ. വെരി ഗുഡ്. അമ്മയാണോ പഠിപ്പിച്ചേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെയുള്ള ഈശോ അപ്പം നമ്മളെ സാധ്യങ്ങൾ സാധ്യമാക്കുന്നവനാണ്. നമ്മുടെ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ കരുതുന്ന കാവലായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈശോയാണെന്നുള്ള കാര്യം നമുക്കിപ്പം ഈ അനുഭവത്തിലൂടെ നമുക്ക് ഒത്തിരി ബോധ്യം തന്നു. നിങ്ങൾക്കിപ്പം ഇനി വരുന്ന നേഴ്സുമാരോട്, ഈ മിനിസ്ട്രിക്കകത്തോട് കടന്നു വരേണ്ട ആ മക്കളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് നമ്മൾ എന്ത് തന്നെ ആയിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും അതിലേക്ക് നമ്മളെ നയിച്ചത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാണ്.
ഇനി വരും നാളുകളിലും വരുന്ന ദിവസങ്ങളിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ആ ദൈവത്തിൻ്റെ തന്നെ സ്നേഹവും കൃപയുമാണ്. അപ്പോൾ നമുക്ക് ആ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുന്ന തമ്പുരാനിൽ ആശ്രയിച്ച് വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രതിഫലം ഇച്ഛിക്കാതെ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്യുന്നു എന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാർത്ഥനയും എളിമയോടും വിനീതമായ അപേക്ഷകളായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഇത് നിനക്കിഷ്ടമാണെങ്കിൽ, നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നീ അത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മളെ തന്നെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ തമ്പുരാന് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ്. തമ്പുരാനാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. അപ്പോൾ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ നിറവേറ്റാൻ പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം എല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കുടുംബത്തെ ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ വഴി നടത്തുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നോമ്പുകാലത്തിലെ ഓരോ ആഴ്ചയിലും നാം പങ്കുവെക്കുന്ന ചിന്തകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എല്ലാറ്റിലും ദൈവഹിതം അന്വേഷിക്കുന്നവരാകാം. അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കുന്നവരാകാം. 1 പത്രോസ് 4:13 പറയുന്നു, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. നമ്മുടെ നേഴ്സിംഗ് ജീവിതത്തിലും വേദനയുടെ കണ്ണുനീര് കുടിക്കേണ്ടി വരുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിലെ അനേകം മക്കളുടെ, പ്രത്യേകിച്ച് നാം ശുശ്രൂഷിക്കുന്ന രോഗികളുടെ ആത്മരക്ഷയ്ക്കായി കാഴ്ചവെക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകുവാൻ നേഴ്സസ് മിനിസ്ട്രി നിങ്ങളെ ക്ഷണിക്കുന്നു.